പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദർശനത്തിന് നമ്മൾ എത്തിയിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഗോപുരമാണ് വിശ്വപ്രസിദ്ധമായ കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഇവിടെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ശബരിമല, ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, അങ്ങനെ 4 ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. ഇതിൽ ശബരിമലയിൽ വരുന്ന ഭക്തന്മാരെല്ലാം കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കൂടി ദർശനം കഴിച്ചിട്ടാണ് സാധാരണ പോകാറുള്ളത്. നമ്മൾ ഇവിടെ അടുത്ത് ഭഗവാന്റെ തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളുണ്ട്. അവയ്ക്ക് അന്നമൂട്ടുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വളരെ പുണ്യം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ കുളത്തൂപ്പുഴ ആറിൻ്റെ തീരത്ത് അവിടേക്ക് പോവുകയാണ്. അത് നമുക്ക് കാണാം. ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് ഒരല്പം ഒരു 50 മീറ്റർ ദൂരമൊക്കെ വരത്തുള്ളൂ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് പോകാൻ. ഇവിടെ എൻ്റെ പിൻഭാഗത്ത് കുറേയധികം മനോഹര ദൃശ്യങ്ങളുണ്ട്. ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അതിനുള്ള ഇവിടെ ഇപ്പോൾ ധാന്യങ്ങളൊക്കെയാണ് അവയ്ക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ ഇപ്പം ഇടുന്നതാണ്. ഇങ്ങനെ ഇവിടെ തിരുമക്കളെന്നറിയപ്പെടുന്ന ഭഗവാന്റെ മത്സ്യങ്ങളാണ് ഇവിടെ എല്ലാം ഇവിടെ ധാരാളമായിട്ട് കാണാം. വളരെ വലിയ മത്സ്യങ്ങളാണ്. ഇതിനകത്തിപ്പം എനിക്ക് ഇതിൻ്റെ ഒരു ഓളം വെട്ടുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിമനോഹരമായ ഈ നമ്മുടെ കുളത്തൂപ്പുഴ ആറിൻ്റെ തീരങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നത്. വളരെ സസ്യസമൃദ്ധമായ ഒന്നാന്തരം പ്രകൃതി മനോഹരത നിറഞ്ഞ പ്രദേശങ്ങളാണ് ഇവിടെ എല്ലാം. അതെല്ലാം നമുക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം തെന്മല റൂട്ടിലാണ് കുളത്തൂപ്പുഴ വരുന്നത്. തിരുവനന്തപുരം, നെടുമങ്ങാട്, പാലോട്, അത് കഴിഞ്ഞ് കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ്, പാലരുവി, അങ്ങനെ ചെങ്കോട്ട, തമിഴ്നാട്ടിലേക്ക് പോകാൻ കഴിയുന്ന ആ ഒരു റൂട്ടാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പിന്നാലെ